The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi everyone, welcome back. Today I am going to introduce a new chapter which is continuity and differentiability. This chapter is continuation of the concept that you have learned in the +1 class, limit and derivative. The basic of this chapter will be applied in all the coming 4 chapters. So my dear children, be attentive and focus on what is being taught. Okay, so നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ചാപ്റ്റർ നമുക്കറിയാം, ടീച്ചർ പറഞ്ഞു 4 ചാപ്റ്റർ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ചാപ്റ്ററിന്. ഓക്കെ, കൂടാതെ നിങ്ങളുടെ ഹെയർ സ്റ്റഡീസിനായാലും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ ബേസ് ഒരുപാട് ഭാഗത്ത് അല്ലെങ്കിൽ ഒരുപാട് ഫീൽഡിൽ നിങ്ങളത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കുറേ പേര് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ളവരായിരിക്കും അല്ലേ. അതിൽ തന്നെ നമുക്ക് കേൾക്കാം സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ, അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എല്ലാം നമ്മുടെ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ്. ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിൽ സ്പീഡോമീറ്ററും അതേപോലെ തന്നെ ഓഡോമീറ്ററൊക്കെ കണക്കാക്കുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തിട്ടാണ്. അതുപോലെ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ എഞ്ചിൻ്റെ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, കൂടാതെ നമ്മുടെ അതർ സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതിലെല്ലാം തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഫിസിക്സിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ഓൾറെഡി +1 കുറച്ച് പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ. ഡിസ്റ്റൻസ് ആയാലും വെലോസിറ്റി, ആക്സലറേഷൻ, ഒരു കർവിൻ്റെ സ്ലോപ്പ്, ടാൻജന്റ് അല്ലേ, ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ഡിഫറൻഷ്യൽ കാൽക്കുലസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അല്ലേ. കൂടാതെ കെമിസ്ട്രിയിലാണെങ്കിൽ 2 കോമ്പൗണ്ട് മിക്സ് ചെയ്തൊരു ന്യൂ കോമ്പൗണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്യും. ബയോളജിയിലായാലും നമ്മൾ ബാക്ക് ബോണിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനും സ്കേളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനും ഈ പ്രിൻസിപ്പിൾ തന്നെ, ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. കൂടാതെ വേറെ ഒരുപാട് ഫീൽഡിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ബിസിനസ്സിലായാലും എക്കണോമിക് ഫീൽഡിലായാലും സ്പോർട്സിൻ്റെ ഫീൽഡിലായാലും ഓക്കെ, ആസ്ട്രോണമിയുടെ ഫീൽഡിലായാലും കൂടുതൽ ഇമ്പോർട്ടൻസ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോഴാണ് അല്ലേ. ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത് പോയിന്റ് ചെയ്യാനായിട്ട് അല്ലേ, പോപ്പുലേഷൻ ആയാലും നമ്മുടെ പാൻഡമിക് സിറ്റുവേഷനിൽ കോവിഡിൻ്റെ അവസ്ഥ അല്ലേ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളൊരു ഗ്രാഫിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസിൻ്റെ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കായാലും ഇത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മുടെ സീനിയേഴ്സൊക്കെ വന്ന് പോകുമ്പോൾ പറയാറുണ്ട്, ടീച്ചർ ഇത് നമ്മൾ +2 പഠിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കത് എന്താ പറയുക അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഈസി ആയേനെ, ഒന്നുകൂടി ഞങ്ങൾക്കത് കവർ ചെയ്ത് നോക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്ന് നമ്മുടെ സീനിയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഈ ചാപ്റ്ററിന്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളത് പഠിക്കുക. ഓക്കെ, now let's move on to the first topic, that is continuity. Okay, first topic is continuity of functions. Okay, introduction, that is 3 topics you have to cover here. First topic is continuity of a function at a point. The second topic is continuity of a function in an interval. The third topic is condition for a function to be continuous. Okay, observe the graph 1. Okay, this is the graph of sine function. Then observe the graph 2. This is the graph of mod x. Then next graph 3. That is the graph of the parabola. So these 3 graphs we have to draw continuously. Okay.
That is, the graph of this function can be drawn without lifting the pen. Right? The graph of this function have no break at any point. അല്ലേ, 3 എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുള്ള ഗ്രാഫ് വരച്ചതിൽ ഒരു ബ്രേക്കും ഇല്ലാതെയാണ് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. ഓക്കെ, ദ ഗ്രാഫ് ഓഫ് ദീസ് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഓക്കെ, ദീസ് ഫംഗ്ഷൻസ് ആർ കോൾഡ് ആസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. That is, geometrically, if a function is continuous, then its graph does not have any break. This function is called the continuous functions. Okay, then next observe the graph 4. Then next graph 5 and the graph 6. Graph 6, here one loop point is here. So one break is here. So these 3 graphs are not continuous. Okay, the graph of these functions cannot be drawn without lifting the pen. അതായത് നമുക്ക് പെൻ എടുക്കാതെ ഇത് വരയ്ക്കാനായിട്ട് കഴിയുന്നില്ല. That means the graph have a break at some point. The graph of these functions are not continuous. These functions are not continuous, so it is called the discontinuous functions. Okay, geometrically, if a function is discontinuous, then its graph has a break at some point. Right? So that function is called the discontinuous function. So for conclusion, this a function is continuous if its graph does not have any break point. Graph of such a function can be drawn without lifting the pen. A function is discontinuous if its graph has a break at some point. To draw the graph of such functions, you will need to lift the pen at some point. This is the conclusion of continuous function. Okay, continuity at a point. From this figure, we can observe that as the value of x approaches point A from the left and the value of y approaches point B. Okay, but x equal to A, the value of y jumps to C. X equal to A, the value of B jumps to C. After x equal to A, the value of y start from B and increase continuously. After x equal to A, so x equal to A എന്ന് പറയുമ്പോൾ point ഇവിടെയാണ്. After x equal to A, the point is increasing. From continuously it is increasing. Okay, B എന്നുള്ള point ആണോ A എന്നുള്ള point അത് jump ചെയ്തു. After that അത് continuous ആയിട്ട് എന്ത് ചെയ്തു, increase ചെയ്തു. The graph of the function has a gap at x equal to A. ഇവിടെ A എന്നുള്ള xന്റെ വാല്യൂ A ആവുമ്പോൾ ആ ഫംഗ്ഷനിൽ എന്തുണ്ടായി, ഒരു ഗ്യാപ്പ് ഫോം ചെയ്തു. Therefore, y equal to f of x is discontinuous at x equal to A. അതായത് y equal to f of x എന്നുള്ള ഗ്രാഫിൽ B എന്നുള്ള പോയിന്റിൽ എന്തുണ്ടായി, ഒരു ബ്രേക്ക് ഉണ്ടായി. അതായത് x equal to A എന്നുള്ള ഒരു പോയിന്റ് എടുത്തപ്പോൾ ഫംഗ്ഷൻ എന്തായി, ഡിസ്കണ്ടിന്യൂസ് ആയി. Okay, so y is equal to f of x is discontinuous at the point A. Okay, next topic is continuity in an open interval. Okay, f of x is continuous in an open interval AB if it is continuous at each point in open interval AB. ഒരു ഫംഗ്ഷൻ ഓപ്പൺ ഇന്റർവെൽ എബിയിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഓരോ ഓപ്പൺ ഇന്റർവെൽ എബിയുടെ ഓരോ പോയിന്റിലും ഫംഗ്ഷൻ എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് ഇൻ ബിറ്റ്വീൻ ഏത് പോയിന്റിലും ബ്രേക്ക് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ഇൻ എ ക്ലോസ്ഡ് ഇന്റർവൽ. ഓക്കെ, സോ ഒബ്സർവ് ദ ഗ്രാഫ് ഹിയർ. Here point A, this is the point B. In between the graph is open interval AB. So here A യും B യും എന്താ, ബ്രേക്ക് ആണ്, മീൻസ് ഹോൾ ആണ്. So continuous from right x equal to A and continuous from left x equal to B. So observe the graph shown in the figure. There is no break in the graph at any point in closed interval AB. ഇപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി പറയുമ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫ് ഉള്ളത്. സോ ദർ ഈസ് നോ ബ്രേക്ക് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. Okay, hence the function y equal to f of x is continuous in the interval closed interval a b. So this function is continuous
in closed interval AB. So closed interval A and B എടുക്കുമ്പോൾ there is no values. Sorry, there is no break. Okay, so in closed interval AB the function is continuous. Okay, next definition. F of x is continuous in closed interval AB if first point f of x is continuous at each point in open interval AB. Then second one, limit extends to a plus f of x equal to f of a. Then third point, limit extends to b minus f of x equal to f of b. Here the main points covered in this topic. First point, a function is continuous at x equal to a if limit extends to a f of x is equal to f of a. Second one, a function is continuous in open interval AB if it is continuous at every point in open interval AB. അതായത് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണം. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. Okay, the next third point, a function is continuous in closed interval AB if first point it is continuous at every point in open interval AB. Open interval AB ലെ എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. Then limit extends to a plus f of x is equal to f of a and limit extends to b minus f of x equal to f of b. Okay, the next point, geometrically if there is no break in the graph of a function then the function is called continuous function. Okay, the next point, geometrically if there is a break in the graph of a function then the function is called discontinuous function. Okay, next topic is continuity of functions. Okay, that's our continuity at a point I know. Now continuity of a functions. Okay, നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക് പറയുന്നത് this topic covers is condition to test continuity of a given function. Then second point is types of discontinuity. Okay, so two topics we have to cover in this section. Just a recall, a function is continuous at x equal to a. That is a condition if limit extends to a f of x is equal to f of a. Okay, the second point, a function is continuous in closed open interval AB if it is continuous at every point in open interval AB. A function is continuous in closed interval AB if the 3 points, like it is continuous at every point in AB, limit extends to a plus f of x equal to f of a and limit extends to b minus f of x is equal to f of b. Next, discontinuity of a function. A function f is said to be discontinuous at x equal to a if there is a break in the graph of the function at point A. The point A is called as the point of discontinuity. അതായത് ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് A എന്നുള്ള ഒരു പോയിന്റിലാണ് ഫംഗ്ഷൻ ബ്രേക്ക് വരുന്നതെങ്കിൽ A is called the graph of അല്ലെങ്കിൽ point of discontinuity. Okay. Next, condition for continuous function. So f of a equal to limit extends to a plus f of x which is equal to limit extends to a minus f of x. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും this is the left hand limit നമ്മൾ denote ചെയ്യുന്ന limit extends to a minus f of x ആണ്. So limit extends to a plus we have to mention it as right hand limit. f of a is value of the function. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ value of the function is equal to right hand limit equal to left hand limit at x equal to a. Okay, this is the condition for continuous function. Okay, then next, discontinuity of a function may arise due to any of the following situation. First situation is non-existence of limit of a function at x equal to a. That is, limit extends to a plus f of x not equal to limit extends to a minus f of x. That is, left hand limit and right hand limit are not equal. In this case, function is discontinuous.
Okay, or limit exists but not equal to value of function. Limit exists here, but f of a എന്നുള്ള value of function എന്തില്ല equal അല്ല. In that case also function is discontinuous. Okay, next topic is algebra of continuous function. Okay, in this section we have to cover three topics, that is algebra of continuous functions, standard functions which are continuous, then applying rules to verify continuous functions. Okay, then first one, f and g are two real continuous functions at x equal to a, then f plus g is also continuous at x equal to a. That means f and g are continuous function, means f plus g is also continuous. Okay, then proof, if f and g are continuous at x equal to a, then f of a and g of a are defined. Then limit x tends to a f of x and limit x tends to a g of x exists, and limit x tends to a f of x equal to f of a, and limit x tends to a g of x is equal to g of a. കാരണം f ഉം g ഉം continuous function ആണ്. Continuous function ആണെങ്കിൽ by definition we can write limit x tends to a f of x is equal to f of a. Then limit x tends to a g of x is equal to g of a. Okay. Now consider f plus g of x. Limit x tends to a f plus g of x. So which is equal to limit x tends to a f plus g of x, means we can change the bracket. That means f of x plus g of x. That is properties of real functions. Two terms are f of x plus g of x term arrange. So we can write limit x tends to a f of x plus limit x tends to a g of x by property of limits. Limit we separate check, that already we have studied in the previous year. Okay. Then next, limit x tends to f of x is equal to 1. That already we know that limit x tends to f of x is equal to f of a. Okay. Same way, limit x tends to a g of x, that is also g of a. So instead of term we can write f of a plus g of a. Okay. So what is f of a plus g of a? That we can write f plus g of a. That is property of real functions. So limit x tends to a, f plus g of x is equal to f plus g of a. Okay, so we can write f plus g is also continuous at x equal to a. Clear? The next, second one. F and g are two real continuous functions at x equal to a, then f minus g is also continuous at x equal to a. So same proof only we have tried here also. Limit x tends to a f of x equal to f of a. What is the reason? F is continuous. Okay. Limit x tends to a g of x is equal to 1, g of a. What is the reason? G is continuous function. Okay. So limit x tends to a f minus g of x is equal to limit x tends to a f of x minus g of x. Properties of real functions. Okay. The next, limit x tends to a f of x minus limit x tends to a g of x. Property of limits. Limit separate. Okay. The next, limit x tends to f of x equal to 1, that is f of a. So instead of this term we can write f of a, limit x tends to a g of x, the g of a. So we can write g of a. So f of a minus g of a means we can write f minus g of a. So we start with the limit x tends to a, f minus g of x. Now we got f minus g of a. That is f minus g is also continuous at x equal to a. Okay. The next, f and g are two real continuous at x equal to a, then f into g is also continuous at x equal to a. F plus g I, f minus j, same by f g also continuous at x equal to a. So limit x tends to f of x equal to f of a, limit x tends to a, g of x equal to g of a. What is the reason? F and g are continuous at x equal to a. Okay. So now limit x tends to a f g of x, which is equal to limit x tends to a f of x into g of x. Okay, so we can separate the limit. Limit x tends to a f of x into limit x tends to a g of x by property limits. Okay, the next limit x tends to f of x f of a ana. So f of a into g of a, which is equal to f into g of a. So f into g is also continuous at x equal to a.
Okay. Same way, next algebra, f and g are two real continuous at x equal to a, then f by g is also continuous at x equal to a. Okay. Next, sin x is a continuous function on R. Sin x is a continuous function on check here. So clearly there is no break in the graph of at any point. But we start at the graph and break. So there is no break in the graph. So we can say sin x is a continuous on R. Okay. Same way. Next, cos x is a continuous on R. So here also the graph. Clearly there is no break in the graph of at any point here. Like that it is. Graph like that it will be moving. So there is no break. So we can say cos x is also continuous on R. The next one, log x is a continuous on R. Log x in the graph the okay. But log x in the graph the content log x in the graph log 1 in answer 0 ആണ്. പിന്നെ value പോകുന്നതോറും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. Okay, ഇങ്ങോട്ട് വരുമ്പോൾ അത് കുറഞ്ഞു വരും. Okay, so log x in the graph ഇതാണ്. ഇത് നമ്മൾ വരച്ചു തുടങ്ങുമ്പോൾ എന്താ? It has no break. So we can say log x is also continuous on R. Okay. The next e raised to x. So e raised to x is a continuous function on R. So e raised to x in the graph നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. So it is also continuous on R. e raised to 0 എന്ന് പറയുമ്പോൾ നമുക്കറിയാം e raised to 0 എന്താ 1 ആണ്. So e raised to 0 ന്റെ വാല്യൂ 1 ആണ്. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും v സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ ഈ മീൻസ് 1.73 ആണ് എക്സ്പോണൻഷ്യൽ വാല്യൂന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് വാല്യൂസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Here also there is no break. So we can say exponential function അതായത് e raised to x is also continuous on R. Okay. The next one is modulus function. We already first example check ചെയ്തതായിരുന്നു. So modulus function എന്ന് പറയുമ്പോൾ like that. In a positive term, there is no break in this graph. So modulus function is also continuous on R. The next, show that cot x is a continuous function in its domain. നമ്മൾ cos x ഉം sin x ഒക്കെ ചെയ്തതുപോലെ cot x എന്ന് പറയുന്നത് അതിന്റെ ഡൊമൈനിൽ എന്താണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ. സോ f of x is equal to cot x, x not equal to n pi for n belongs to z. Why n not equal to n pi എന്ന് പറയുന്നത് എന്താ കാരണം? We know that f cot x എന്ന് പറയുന്നത് നമുക്കറിയാം cot x is equal to cos x by sin x ആണ്. ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അതായത് sin x ന്റെ പൈ വാല്യൂസ് എല്ലാം എന്താ 0 ആണ്. പൈ വാല്യൂസ് അതായത് 0 0 ആണ്, പൈ 0 ആണ്, 2 പൈ 0 ആണ്, 3 പൈ 0 ആണ്. അതുകൊണ്ടാണ് കണ്ടീഷൻ പറഞ്ഞത് x not equal to n pi, n belongs to z. Clear? So f of x equal to cos x by sin x. Since sin x and cos x are continuous function, that already we discussed it. Sin x and cos x are continuous function ആണ്. So cot x is equal to cos x by sin x ആണ്. We know that f by g, f and g are continuous ആണെങ്കിൽ f by g is also continuous. Clear? So cos x by sin x will be a continuous function where the sin x not equal to 0. Sin x not equal to 0 എന്നുള്ള പോയിന്റിൽ ഒഴികെ ബാക്കി എല്ലാ ഫംഗ്ഷനിലും അല്ലെങ്കിൽ എല്ലാ പോയിന്റിലും cot x എന്ന് പറയുന്നത് continuous ആയിരിക്കും. Okay, so the points where x not equal to pi, where n belongs to z. Okay, so f of x is equal to cot x is a continuous function in its domain. അതായത് cot x ന്റെ ഡൊമൈനിൽ 0 വരുന്ന കേസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. ആ 0 വരുന്ന കേസാണ് ഇത് x is equal to n pi. Okay, so cot x is also continuous on R in its domain. Okay, the next step, discuss the continuity of the function f of x equal to sin x minus cos x. We know that sin x and cos x are continuous function, and also we know that f of x minus g of x is also continuous function, right? Okay. So sin x and cos x are continuous function on R. Their difference is also continuous function on R. Then we can say that f of x is equal to sin x minus cos x is continuous on R. Okay. The next step, prove that every rational function is continuous. Rational function എന്ന് പറയുന്നത് എന്താ? p of x by q of x ഉള്ള ഫോമുള്ള functions. So we know that rational function is of the form p of x by q of x, where q of x not equal to 0, where p of x and q of x are polynomials in x. അതായത് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ p of x by q of x ഉള്ള ഫോമിലായിരിക്കും p
പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിരിക്കും. പിന്നെന്താ, ഡിനോമിനേറ്റർ ആയ ക്യൂ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ക്ലിയർ? ഓക്കെ. Then let f of x equal to p of x by q of x, q of x not equal to 0 be a rational function. Okay. Then p of x and q of x are polynomial functions. They are continuous. നമ്മൾ already പറഞ്ഞു every polynomial function is continuous on R ആണ് അല്ലേ. So p of x ഉം q of x ഉം polynomial ആണ്. So that functions are continuous. Okay. Now we know that p of x and q of x continuous ആണെങ്കിൽ അതിന്റെ ബൈറ്റ് denominator p of x by q of x is also continuous at all point of x, but q of x not equal to 0. Therefore f of x is also continuous on in its domain. അല്ലേ, ഡൊമൈൻ എടുത്ത് പറയാൻ എന്താ കാരണം, q of x ഏതെങ്കിലും പോയിന്റ് 0 ആണെങ്കിൽ ആ പോയിന്റ് നമ്മൾ റിമൂവ് ചെയ്യും. Okay, so f of x is continuous function in its domain. Okay, next, polynomial function is a continuous function on R. So we know that the polynomial function, the standard form, f of x equal to a naught x raised to n plus a1 x raised to n minus 1 plus etc plus an. A naught not equal to 0 and ai belongs to R for every I belongs to n. Okay, that already we studied in the last year, polynomial functions. Okay, so let CB any real number. C we consider as any real number. So limit x tends to c, f of x is equal to limit x tends to c, f of x. F of x, what is the formula? This is the formula. So we can substitute here. That is a naught x raised to n plus etc plus an. Okay, so function f is continuous function. So we can apply the limit. So into a naught c raised to n plus a1 c raised to n minus 1 plus etc plus an. The last term constant term ആണ്, x ന്റെ term ഇല്ല അല്ലേ. So last term വരും an. Okay, so which is equal to a naught c raised to n plus a1 c raised to n minus 1 plus a2 c raised to n minus 2 plus etc. a എന്ന് പറഞ്ഞത് എന്തായിരിക്കും, f of c. കാരണം a naught x raised to n, a1 x raised to n minus 1 etc. an equal to f of x. Okay, so we can write here f of c. Okay, limit x tends to c, f of x is equal to f of c. Okay, that is the true for every c belongs to R. Let's see, either real number koduthalum this condition will be satisfied. Okay, so f is continuous on R. That means polynomial function is always continuous on R. Polynomial function eppozhum endaneyayirikkum, continuous on R ആയിരിക്കും. Clear? Okay, the next one, identity function is a continuous function on R. What is identity function? That has already been studied in the last year. F of x is equal to x. So f of x is equal to x. That is called identity function. Okay, let C be any real number. Limit x tends to c, f of x is equal to limit x tends to c, f of c. കാരണം f is a continuous function. Okay, so limit x tends to c, f of c means f of c is a constant term. So okay, so f of c into limit x tends to c 1. So f of c into limit x tends to c 1 ആണ്. So 1 is a constant term. So no need to apply the limit. So into 1, f of c into 1 is equal to 1, f of c. അതായത് this is true for every c belongs to R. എല്ലാ constant term ഇത് ബാധകമാണ്. So f is continuous on R. That means identity function is always continuous on R. Okay. The next one, constant function. Constant function is a continuous function on R. Okay. Then we know that f of x is equal to k. That is a constant function. Let us see be any real number. Then limit x tends to c, f of x is equal to limit x tends to c, f of x is equal to k. So instead of x we can write k. So k is a constant term that we can take first. That is k into limit x tends to c 1. Like a front ticket the order 1. Limit x tends to c 1. That is equal to k into limit x tends to c 1 means it is 1. So k into 1 is equal to k. So which is equal to f of c. Limit x tends to c, f of x is equal to f of c. So this is true for every c
points to R. That means f is continuous on R. That means hence the constant function is always continuous on R. അല്ലേ നമ്മളൊക്കെ പറഞ്ഞു polynomial function is always continuous on R. Then identity function is also continuous on R. Then now we got constant function is also continuous on R. Okay, now just a quick recap. That means there are main points covered in this topic. That is first one is algebra of continuous function. Second topic, standard functions which are continuous. The third topic is applying the rules to verify continuous functions. Okay, let's wind up today's session. Today we have discussed the theoretical part of continuity. The next video class we will discuss some problems based on these concepts. For that, my dear children, revise the chapter limit and derivative that you have studied in the +1 class. Okay, bye.